ഫിഫ ക്ലബ്ബ് ലോകകപ്പ് 2025 കാമ്പയിനിന് ഗംഭീര തുടക്കമിട്ട് പാരീസ് സെന്റ് ജെർമൻ. റോസ് ബൗളിൽ നടന്ന ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തകർത്ത് യൂറോപ്യൻ ചാമ്പ്യന്മാർ തങ്ങളുടെ ആധിപത്യം തെളിയിച്ചു. ഫാബിയൻ റൂയിസ്, വിറ്റിന്യ, സെനി മയൂലു, ലീ കാങ്ങൻ എന്നിവരാണ് പിഎസ്ജിക്ക് വേണ്ടി ഗോൾ നേടിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ പിഎസ്ജിക്ക് വ്യക്തമായ ആധിപത്യമുണ്ടായിരുന്നു. ഇന്റർ മിലാനെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ 5-0 തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ കളിച്ച ഫ്രഞ്ച് ടീം 19-ാം മിനിറ്റിൽ തന്നെ ഗോൾ നേടി തങ്ങളുടെ മികവ് പ്രകടിപ്പിച്ചു. ക്വിച്ച ക്വാരറ്റ്സ്കേലിയയുടെ മനോഹരമായ നീക്കം റൂയിസിന് ഒരു മികച്ച ലോ ഫിനിഷിന് വഴിയൊരുക്കി. ക്വാരറ്റ്സ്കേലിയയുടെ മറ്റൊരു അസിസ്റ്റിൽ വിറ്റിന്യ ആദ്യ പകുതിക്ക് തൊട്ടുമുമ്പ് ലീഡ് ഇരട്ടിയാക്കി. അതേസമയം അത്ലറ്റിക്കോയുടെ നിരാശ വർദ്ധിച്ചു. നിരവധി മഞ്ഞക്കാർഡുകളും രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ജൂലിയൻ അൽവാരസിന്റെ ഗോൾ ഫൗളിന്റെ പേരിൽ അനുവദിക്കാത്തതും ഇതിന് ഉദാഹരണമായി. 78-ാം മിനിറ്റിൽ ക്ലെമന്റ് ലെംഗ്ലെറ്റിന് രണ്ടാം മഞ്ഞക്കാർഡ് ലഭിച്ച് പുറത്തായതിനു ശേഷം 87-ാം മിനിറ്റിൽ യുവ പകരക്കാരൻ മയൂലു പിഎസ്ജിയുടെ 3-ാം ഗോൾ നേടി. ഇഞ്ചുറി ടൈമിൽ റോബിൻ ലെ നോർമണ്ടിന്റെ കൈകളിൽ പന്ത് തട്ടിയതിന് ലഭിച്ച പെനാൽറ്റി ലീ കാങ്ങൻ ഗോളാക്കി മാറ്റിയതോടെ പിഎസ്ജിയുടെ ആധിപത്യം പൂർണ്ണമായി. കടുത്ത ചൂടിലും ടീമിന്റെ പ്രകടനത്തെ പരിശീലകൻ ലൂയിസ് എൻറിക്കെ പ്രശംസിച്ചു. അത്ലറ്റിക്കോ ബോസ് ഡീഗോ സിമിയോൺ തങ്ങളുടെ ടീം പിന്നിലായിരുന്നെന്ന് സമ്മതിച്ചു. ജൂൺ 19-ന് ബൊട്ടാഫോഗോക്കെതിരെയാണ് പിഎസ്ജിയുടെ അടുത്ത ഗ്രൂപ്പ് മത്സരം. തുടർന്ന് ജൂൺ 23-ന് സിയാറ്റിൽ സൗണ്ടേഴ്സുമായി അവർ ഏറ്റുമുട്ടും.